തുടരുകയാണ്. MS അനീഷ് കുമാർ നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. അനീഷിലേക്ക് വരാം. എന്തായാലും അവിടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. വളരെ വേഗത്തിൽ ഈ സന്നാഹങ്ങൾ അവിടെ എത്തിക്കുക എന്നതാണ് ഇനി അവശേഷിക്കുന്നത്. കണ്ണൂരിൽ നിന്നും വാഹനങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. പൈലറ്റ് വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി ഇവിടെ എത്തിക്കും എന്നതാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത്. അത് ഒരു തടസ്സവും ഈ വരുന്ന വഴികളിൽ അവർക്കുണ്ടാകാതെ എത്രയും വേഗം ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കുന്നതിനാവശ്യമായ സാധന സാമഗ്രികൾ ഇവിടെ എത്തിക്കുക എന്നതാണ്. ആ ട്രക്കുകൾക്ക് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇവിടെ എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത്. അതിന് പൈലറ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പാലം നിർമ്മാണം പൂർത്തിയായാൽ വളരെ പെട്ടെന്ന് രക്ഷാ ദൗത്യം വേഗം കൈവരിക്കും. അവിടെ കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ സാധ്യമാകും. മന്ത്രിമാർ അവിടെ തങ്ങുകയാണ്. 9 മന്ത്രിമാരാണ് ആ സംഭവ സ്ഥലത്തുള്ളത്. അവർ ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ യോഗം ചേർന്നിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. മുഖ്യമന്ത്രി 4 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്, കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നാളെ സംഭവ സ്ഥലത്ത് സർവകക്ഷി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടേക്ക് മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം നാളെ ഉണ്ടാകും. സാധ്യമായ എല്ലാ വിധത്തിലും ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശ്രമം കേരളം നടത്തുകയാണ്. അതിൽ ഓരോ മനുഷ്യനും അവരുടേതായ പങ്ക് വഹിക്കുകയാണ്. MS അനീഷ് കുമാർ നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. അനീഷ്, കണ്ണൂരിൽ പാലം നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിയിരിക്കുന്നു. അത് 17 ട്രക്കുകളിലായി ഇവിടേക്ക് എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ VN വാസവൻ പറഞ്ഞത് ഇന്ന് തന്നെ പാലം നിർമ്മാണം പൂർത്തിയാകും എന്നതാണ്. പക്ഷേ സൈനിക ഉദ്യോഗസ്ഥൻ നമ്മളെ കണ്ടപ്പോൾ അത് ഒരു പക്ഷേ നാളെ എന്ന് സൂചിപ്പിച്ചിരുന്നു. സാധ്യതകൾ എന്താണ്? ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി വൈകി രക്ഷാദൌത്യം സാധ്യമാകുന്ന ഒരു സാഹചര്യമുണ്ടോ? രേണുക, ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യം ഈ ദുരന്തത്തിൽ മരിച്ച ഒരു ആളുടെ മൃതദേഹവുമായി രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നതായിരുന്നു. മറുവശത്ത് നിന്നും കയറിൽ ആണ് അത് ഈ കരയിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് അത് പുറത്തേക്ക് കൊണ്ടുവന്നു. ആംബുലൻസ് സൗകര്യമൊക്കെ അവിടെ സജ്ജമായി കിടന്നിരിക്കുന്നു. അത് ആശുപത്രിയിലേക്ക് നീക്കുന്ന കാഴ്ചകളാണ്. ഇത്തരത്തിലാണ് കാര്യം. കാരണം മറുവശത്തു നിന്നൊരു മൃതദേഹം ലഭിച്ചാൽ പോലും അത് മറുകരയിൽ എത്തിക്കണമെങ്കിൽ അങ്ങേയറ്റം ദുഷ്കരമായൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇവിടെ ഒരു താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്ന കാഴ്ചകൾ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. കാരണം ഈ ഇരുമ്പ് ഗേഡറുകൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൈനികരെ നമുക്ക് കാണാൻ കഴിയും. മുകളിൽ ഏതാണ്ട് ഒരു വശത്തേക്കുള്ള ഭാഗത്തിന്റെ നിർമ്മാണം ഒരു വഴിവരെ എത്തിയിട്ടുണ്ട്. മറുവശത്തേക്ക് അവർ അത് ഘടിപ്പിക്കാനൊരുങ്ങുന്നു. ഇതിന്റെ നേരെ മറുവശത്തുള്ള കാഴ്ച ചെറിയ ഒരു പാലത്തിലൂടെ ആളുകൾ അവിടെയും കാത്തു നിൽക്കുന്നു. അവരും അവിടെ നിന്നും മറുവശത്തേക്കും ഒപ്പം ആ മേഖലയിൽ ഹിറ്റാച്ച് വെച്ച് തെരച്ചിലൊക്കെ നടത്തുന്ന ദൃശ്യം ഒരു വശത്തും, മറുവശത്ത് താൽക്കാലിക പാലത്തിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടത്തുന്ന സൈനികരെയും കാണാം. എന്തായാലും ഏറ്റവും നിർണായകമായി മാറുക ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ അവശിഷ്ടങ്ങളിൽ, വീടുകളുടെ അവശിഷ്ടങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നിർണായകമായ ചുവട് എന്ന് പറയുന്നത് ഈ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം തന്നെയാണ്. ഇത് പൂർത്തിയായാൽ മാത്രമാണ് ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് ഈ സാധന സാമഗ്രികൾ എത്തിക്കാൻ കഴിയുകയുള്ളൂ. മറുവശയുമായുള്ള ഒരു പൂർണ്ണ തോതിലുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പാലത്തിൽ കൂടെ വലിയ ഉപകരണങ്ങൾ മറുവശത്തേക്ക് എത്തിക്കുകയും സുഗമമായി തെരച്ചിൽ നടപടികൾ ചെയ്യാൻ കഴിയുകയും ചെയ്യും. കാരണം കൈകൾ കൊണ്ടുള്ള അല്ലെങ്കിൽ ഈ സന്നദ്ധ പ്രവർത്തകർ മാത്രം അണിനിരന്നുള്ള തെരച്ചിലിന് പരിമിതിയുണ്ട് എന്ന് സൈന്യവും പോലീസും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കാരണം വലിയ അവശിഷ്ടങ്ങൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ആളുകളുള്ളത്. ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ രക്ഷിച്ചെടുത്ത ആളുകളുടെ എണ്ണം തന്നെ അല്ലെങ്കിൽ ഇതിനകം മരണം സ്ഥിരീകരിച്ച ആളുകളോ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകളോ അവിടെ കുരുങ്ങിക്കിടക്കുന്നതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ കൂടെ മാത്രമേ ഈ കൂടുതൽ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. വെള്ളം പോലും ഒരു വശത്തു നിന്നും അപ്പുറത്തെ വശത്തേക്ക് എത്തിക്കണമെങ്കിൽ ഈ റോപ്പിൽ കൂടി മാത്രമാണ് ഇപ്പോൾ കഴിയുക. എന്തായാലും അതിനുള്ള നടപടികൾ അധികം വൈകാതെ ആരംഭിക്കുകയും നാളെ രാവിലെ അനുകൂലമായൊരു കാലാവസ്ഥ കൂടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എല്ലാ സേനാ വിഭാഗങ്ങൾക്കും വീടുകൾ തകർന്നു കിടക്കുന്ന വീടുകളുടെ ഭാഗത്തേക്ക് എത്തുകയും അവിടെ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുകയും ചെയ്യാൻ കഴിയും. ജീവിച്ചിരിക്കുന്ന രീതിയിൽ ആളുകളെ കിട്ടാൻ വളരെ സാധ്യത കുറവാണ് എന്നാണ് എല്ലാ സേനകളും പറയുന്നത്. പക്ഷേ നേരത്തെ അവർ പറഞ്ഞതുപോലെ തന്നെ ജീവന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിച്ചെടുക്കുക എന്ന വലിയ ദൗത്യത്തിനാണ് ഇവിടെ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിലേറ്റവും നിർണായകമായൊരു നടപടിക്രമം എന്ന രീതിയിലുള്ള പാല നിർമ്മാണം ഒരു വശത്ത് പുരോഗമിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. രേണുക.
സനീഷ് കുമാറാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നത്. റോപ്പിലൂടെ ഇപ്പോൾ എത്തിയതും ഒരു മൃതദേഹമാണ്. അവിടെ മരണസംഖ്യ ഉയരാനുള്ള സാഹചര്യങ്ങൾ തന്നെ നിലനിൽക്കുന്നു എന്ന സൂചനകൾ ആ പ്രദേശം സന്ദർശിച്ച പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ നൽകുന്നുമുണ്ട്. ഇതിനോടകം 179 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനിയും അവിടെ ആളുകൾ കൂടിയിട്ടുണ്ട്. റോപ്പിലൂടെ ഇനി എത്തുന്നത് മൃതദേഹമാണോ, എന്താണ് അവിടെ കൂടുതൽ ആളുകൾ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. ഇനിയും ഒരുപാട് വേദനിപ്പിക്കുന്ന കാഴ്ചകൾ മുണ്ടക്കൈ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ADGPയുടേത് ഉൾപ്പെടെയുള്ള വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അവിടങ്ങളിൽ ഒരു വീട് പോലും അവശേഷിക്കുന്നില്ല. ആ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കല്ലും മണ്ണും നിറഞ്ഞിരിക്കുന്നു. മരങ്ങൾ, ഒഴുകി വന്ന വലിയ മരങ്ങൾ, അതിനിടയിലൊക്കെ അതൊക്കെ മാറ്റിയുള്ള തെരച്ചിൽ ഇനി സാധ്യമാകണം. അതാണ് ഏറ്റവും ദുർഘടമായ രക്ഷാദൗത്യത്തിന്റെ ഘട്ടം. അപ്പോൾ ഒരു പക്ഷേ കൂടുതൽ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ കാണേണ്ടി വരുമോ എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. അങ്ങനെ ഉണ്ടാകരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. പക്ഷേ 3.5 മണിക്കൂർ അവിടെ 2 ഉരുൾപൊട്ടലുണ്ടായ ആ 3.5 മണിക്കൂറിനിടയിൽ ആ മേപ്പാടി പഞ്ചായത്തിലെ ഈ പറയുന്ന ഗ്രാമങ്ങൾ മുഴുവൻ ഇല്ലാതായിരിക്കുകയാണ്. അവിടെ വസിച്ചിരുന്ന മനുഷ്യരാകെ ഇല്ലായ്മ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ പ്രദേശമാകെ ഒന്നാകെ ഒലിച്ചു പോയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതാണ്ട് 1000-ഓളം കുടുംബങ്ങൾ അവിടെ നിന്ന് ഉടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ്. അനീഷ്, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കുറേയധികം യന്ത്ര സംവിധാനങ്ങൾ അവിടെ എത്തിക്കുന്നു. അനീഷിലേക്ക് വരാം. അനീഷ്, അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. എന്തായാലും പാലം നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കാൻ ഉള്ള ശ്രമങ്ങൾ സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അതിനുള്ള സാധന സാമഗ്രികൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടെയോ ഇന്ന് രാത്രിയോടെയോ അല്ലെങ്കിൽ നാളെ പുലർച്ചയോടു കൂടി തന്നെയോ പാലം നിർമ്മാണം പൂർത്തിയാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പയായി ഇനി ഉള്ളത്. ഒപ്പം തന്നെ മൃതദേഹാവശിഷ്ടങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്ന കെഡാവർ ഡോഗ്സിനെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ദൗത്യം ഇനി നടക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും ഊർജിതമായി നടക്കേണ്ടുന്ന കാര്യങ്ങൾ. അവിടെ അതിനുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ് സേനാ വിഭാഗങ്ങൾ. ഇപ്പോൾ നമുക്ക് ഈ ദുരന്തത്തിന്റെ മറ്റൊരു കണ്ണീർ കാഴ്ച നമ്മൾ കാണുന്നത് നിലമ്പൂരിൽ നിന്നാണ്. ഇത്രയധികം 15 കിലോമീറ്ററോളം ഒഴുകി എത്തുന്ന മൃതദേഹങ്ങൾ, ചാലിയാറിലൂടെ ഒഴുകിയെത്തുന്ന മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങൾ, അതൊക്കെ വലിയ നോവായി മാറുകയാണ്. അവിടെ മരണസംഖ്യ കൂടി വരുന്നു. കിട്ടുന്ന അവശിഷ്ടങ്ങളുടെ എണ്ണം കൂടുന്നു. അവിടെ ലഭിച്ച മൃതദേഹങ്ങൾ, അതിൽ തിരിച്ചറിഞ്ഞവ അത് അവർ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെയുള്ള പ്രക്രിയകൾ അവിടെ നടന്നു വരികയാണ്. നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ഐഷത്തുൽ ഷംന കൂടി ചേരുകയാണ്. ഷംന, അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ജീവനോടെ ആരും എത്തുന്നില്ല, പക്ഷേ ശരീരാവശിഷ്ടങ്ങൾ എത്തുന്നു. അതുതന്നെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ളതാണ്. ശരീരഭാഗങ്ങൾ ആണ് ലഭിക്കുന്നത്. തുടങ്ങിയ ഏറ്റവും വേദനിപ്പിക്കുന്ന, ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളാണോ അവിടെ നിന്ന് ബന്ധുക്കൾക്ക് നൽകുന്നത്? വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വിവരം വരുന്നത് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളാണോ? ഇന്നലെയോടുകൂടി 2 കുട്ടികളുടെ മൃതദേഹം ഇന്നലെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അത് ഇന്നലെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഒപ്പം ഇന്ന് ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞു. അതും തലശ്ശേരിയിലുള്ള ബന്ധുക്കൾ വന്ന് കൊണ്ടുപോയി. പക്ഷെ ബാക്കിയുള്ളതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വയനാട്ടിലോട്ട് മൃതദേഹങ്ങളെല്ലാം മാറ്റുന്നത്. കാരണം അവർക്ക് അവിടെ നിന്നും നിലമ്പൂർ വരെ എത്തി മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ വയനാട്ടിലോട്ട് മാറ്റുന്നത്. ഒരു 12:30 കൂടി തന്നെ മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് മാറ്റാനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഏകദേശം 10 മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ തിരിച്ചു കഴിഞ്ഞു, വയനാട്ടിലോട്ട് തിരിച്ചു. ഒപ്പം തന്നെ ബാക്കി 7 മൃതദേഹങ്ങൾ കൂടി ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ഒരു 3 മൃതദേഹങ്ങൾ കൂടി കയറ്റിയ ശേഷം 10 ആംബുലൻസുകൾ വീതമായിട്ടായിരിക്കും മൃതദേഹങ്ങൾ ഇവിടുന്ന് വയനാട്ടിലോട്ട് പോവുക. അങ്ങനെ 10 ആംബുലൻസുകൾ വെച്ചാണ് പോകുന്നത്. മൊത്തം 67 രാവിലെയോടുകൂടി 65ഓളം മൃതദേഹങ്ങളാണ്. അതിൽ തന്നെ 28 പേരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത്.
ആ ശരീരഭാഗങ്ങളടക്കം 65 മൃതദേഹങ്ങളായിരുന്നു രാവിലെ കിട്ടിയത്. ഇതിൽ 57 പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നു. പക്ഷേ ആ ഒരു കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വീണ്ടും 10 മൃതദേഹങ്ങൾ കൂടി ചാലിയാർ പുഴയുടെ വിവിധ മേഖലകളിൽ നിന്നായി ലഭിച്ചു. അതിൽ തന്നെ 3 ശരീരഭാഗങ്ങളും 10 മൃതദേഹങ്ങളുമാണ് ലഭിച്ചത്. ഇപ്പോൾ ഓരോ മണിക്കൂറിലും ചാലിയാർ പുഴയിൽ നിന്നും മൃതദേഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൃത്യമായ ഒരു കണക്ക് പറയാൻ കഴിയാത്ത അത്രയും കൂടുതൽ അത്രയും ഒരു വ്യാപ്തിയിലാണ് ഈ ദുരന്തം. തീർച്ചയായും ഇന്നലെ മുതൽ നിലമ്പൂരിൽ അവിടെ ചാലിയാർ പുഴയിൽ മൃതദേഹങ്ങൾ അടിയുന്ന വാർത്ത ഓരോന്നും നടുക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ ചൂരൽമലയിൽ ഒരു മൃതദേഹം കൂടി റോപ്പിൽ കെട്ടി ഇപ്പുറത്തേക്ക് കരയിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് വരുന്നത്. തെരച്ചിലിൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ അവിടെ കൊണ്ടുവന്ന് അത് റോപ്പിൽ മറുകരയിലേക്ക് എത്തിക്കുകയാണ്. അവിടെ നിന്ന് ആംബുലൻസിൽ ആശുപത്രികളിലേക്ക് മാറ്റും. അതാണ് അവിടെ നടന്നു വരുന്നത്. എന്തായാലും മരണസംഖ്യ ഉയരുകയാണ്. കൂടുതൽ പേർ ഇനിയും അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകൾ തന്നെ ലഭിക്കുകയാണ്. ഇപ്പോൾ ഐഷത്തുൽ ഷംന സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ലഭിക്കുന്നത് കൂടുതൽ മൃതദേഹങ്ങൾ എത്തുന്നു, കൂടുതൽ ശരീരഭാഗങ്ങൾ എത്തുന്നു. അതൊക്കെയും ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ്. അങ്ങേയറ്റം ഹൃദയഭേദകമാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. എത്ര പേർ എങ്ങനെ എന്നതൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത വിധത്തിൽ ആണ് സാഹചര്യങ്ങൾ, കണക്കുകൾ. ഇപ്പോൾ കൂടുതൽ സൗകര്യത്തിനായി ആളുകൾക്ക് മൃതദേഹങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് കൂടുതൽ സൗകര്യത്തിനായി നിലമ്പൂരിൽ നിന്ന് അവിടെ ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ ഇപ്പോൾ വയനാട്ടിലേക്ക് മാറ്റുന്നു. അതിനുവേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ വിവിധ ആംബുലൻസുകളിലായി അത് വയനാട്ടിലേക്ക് മാറ്റുന്നു എന്ന വിവരമാണ്. ഇപ്പോൾ ചൂരൽമലയിൽ വീണ്ടും ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തിരിക്കുന്നു. അത് ദൗത്യസേനാംഗങ്ങൾ അത് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു പുരുഷൻ്റേതെന്ന് കരുതുന്ന മൃതദേഹമാണ് ഇപ്പോൾ അവർ കരക്കെത്തിച്ചിരിക്കുന്നത്. ഇനിയും എത്ര പേർ, എങ്ങനെ, എത്ര തവണ നമ്മൾ ഇനി ഇത് കാണേണ്ടി വരും എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങേയറ്റം ദുഃഖകരമായ അവസ്ഥ. അവിടെ തെരച്ചിൽ പുരോഗമിക്കുമ്പോൾ കരയിലേക്ക് എത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണവും കൂടുന്നു, മരണത്തിൻ്റെ നിരക്കുയരുന്നു എന്നത് വേദനിപ്പിക്കുന്നതാണ്. അപ്പോഴും അവിടെ ഒറ്റപ്പെട്ട ആരും ഇല്ല. പരിക്കേറ്റവർ, ചികിത്സ തേടുന്നവർ, അങ്ങനെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്നവരായ ആരുമില്ല എന്ന ഉറപ്പ് മാത്രമാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. അതിനപ്പുറം മണ്ണിനടി